ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്രൊനൗൺ ആണ്, അഥവാ സർവനാമങ്ങൾ. എന്താണ് സർവനാമങ്ങൾ എന്ന് പറഞ്ഞാൽ, ഹിന്ദി ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയുടെ പേരിന് പകരമായി ഉപയോഗിക്കുന്ന ചില ഉപപേരുകളെയാണ് നമ്മൾ സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കുക. ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവയുടെ പേരിന് പകരമായും ഉപയോഗിക്കുന്ന ചില ഉപപേരുകളെയാണ് നമ്മൾ സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, പേരുകളുടെ ആവർത്തന വിരസത ഒഴിവാക്കുക. ഇപ്പോൾ എൻ്റെ പേര് ബാബു, ഞാൻ നിങ്ങൾ ക്ലാസ് എടുക്കാം. ബാബു പറയുമ്പോൾ ക്ലാസ്സിൽ നേരെ ഇരിക്കണം, ബാബു പറയുന്ന പോലെ ശ്രദ്ധിക്കണം, ബാബു പറയുന്നത് പഠിക്കണം. ഇങ്ങനെ കുറെ നേരം ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അയാൾ വന്ന് ബാബു 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 എന്ന്. ഇതൊരു ആവർത്തനമാണ്. അപ്പൊ ഞാൻ ഈ ആവർത്തനം ഒഴിവാക്കാൻ, ഇത് എൻ്റെ പേര് ആവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കുന്നില്ല എന്നതുപോലെ നിങ്ങളുടെ പേര് ആവർത്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സഹിക്കില്ല. അപ്പൊ ഈ പേരുകളുടെ ആവർത്തനം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, എൻ്റെ പേര് ബാബു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാൻ പറയുന്നത് നോട്ടായി പഠിച്ചിരിക്കണം. ഞാൻ എത്ര തവണ ഞാൻ പറഞ്ഞാലും അത് നിങ്ങൾക്ക് ഒരു ആവർത്തന വിരസ ഫീൽ ചെയ്യൂല. അപ്പൊ പേരുകളുടെ ആവർത്തന വിരസ ഒഴിവാക്കുന്നതിന് വേണ്ടിയും, ഇനി പേരറിയാത്തവരുടെ പേരിന് പകരമായിട്ട്, പേരറിയാത്തവരുടെ പേര്, ഒരു ആൾ അതിനെ നടന്നു പോവുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, രാമു, അയാളോട് ഇവിടെ വരാൻ പറയും. അപ്പൊ രാമു അവിടെ പോയിട്ട്, ഹലോ അയാളെ ഇവിടെ വരൂ എന്ന് പറയുന്നില്ല. ആരോ ഇങ്ങോട്ട് വരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ കയറി വരുന്നവന്റെ പേര് നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഒരാളെ പറ്റി പറയുമ്പോൾ അവനോട് ഇവിടെ വരാൻ പറയും, എടോ അവനെ ഇവിടെ വാ. അവൻ എന്നൊരാൾക്ക് പേരില്ല. അപ്പോൾ ഭാഷ സിമ്പിളാണ് കാര്യം. ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസ ഒഴിവാക്കുന്നതിന് വേണ്ടിയും പേരറിയാത്തവരുടെ പേരിന് പകരമായി ഉപയോഗിക്കുന്ന ചില ഉപപേരുകളെയാണ് സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഇത് 15 എണ്ണമാണുള്ളത്. ലോകത്ത് ഭൂമിയിലുള്ള സർവചരാചരങ്ങളുടെയും ജീവനുള്ളവയുടെയും ഇല്ലാത്തവയുടെയും ഒറിജിനൽ പേരിന് പകരം നമുക്ക് അറിയുമെങ്കിൽ ആവർത്തിക്കുന്നത് ഒഴിവാക്കാനും അറിയില്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്ന കോമൺ നെയിമുകളെയാണ് നമ്മൾ സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഇത് 15 എണ്ണമുള്ളത്. നോക്കുക, മേം, അത് ഞാൻ പറഞ്ഞു 2 വരെയും ഒരു പോയിന്റ് വേണം. മേം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. തൂ, നീ. തും, നിങ്ങൾ. ഹം, ഞങ്ങൾ, നമ്മൾ, നാം. ആപ്പ്, താങ്കൾ. വഹ്, അവൻ, അവൾ, അത്, ആ. യഹ്, ഇവൻ, ഇവൾ, ഇത്, ഈ. വേ, അവർ, അദ്ദേഹം. യേ, ഇവർ, ഇദ്ദേഹം. കോൻ, ആര്, ഏത്. കൊയ്, ആരോ, ഏതോ. ജോ, ഏതൊരു. സോ, യാതൊരു. കുച്ച്, കുറച്ച്. ക്യാ, എന്ത്. ഇങ്ങനെയാണ് ഈ സർവനാമങ്ങൾ. ഇനി നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, മേം, ഞാൻ. തൂ, നീ. തും, നിങ്ങൾ. ഹം, ഞങ്ങൾ, നമ്മൾ, നാം. ആപ്പ്, താങ്കൾ. വഹ്, അവൻ, അവൾ, അത്, ആ. യഹ്, ഇവൻ, ഇവൾ, ഇത്, ഈ. വേ, അവർ, അദ്ദേഹം. യേ, ഇവർ, ഇദ്ദേഹം. കോൻ, ആര്, ഏത്. കൊയ്, ആരോ, ഏതോ. ജോ, ഏതൊരു, ഏതൊന്ന്. സോ, യാതൊരു, യാതൊന്ന്. കുച്ച്, കുറച്ച്. ക്യാ, എന്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്, മേം എന്ന് പറഞ്ഞാൽ ഞാൻ, തു എന്ന് പറഞ്ഞാൽ നീ, തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഹം, ഞങ്ങൾ, ആപ്പ്, താങ്കൾ, വഹ്, അവൻ, അവൾ, അത്, ആ. യഹ്, ഇവൻ, ഇവൾ, ഇത്, വേ, അവർ, അദ്ദേഹം. യേ, ഇവർ, ഇദ്ദേഹം. ചില കുട്ടികൾക്കുള്ള പ്രശ്നം, കോൻ, ആര്, ഏത്. കൊയ്, ആരോ, ഏതോ പറഞ്ഞാൽ ജോ, ഏതൊരു. എന്താണ് ഈ ജോ, ഏതൊരു എന്ന് എന്തിനു ഉപയോഗിക്കുന്നു? സോ, യാതൊരു. എന്തിനാണ് ഈ യാതൊരു? ഉദാഹരണത്തിന്, നമ്മുടെ ഓഫീസിലേക്ക് ഒരാൾ കയറി വന്നു. കയറി വരുന്ന ആളെന്ന പേര് നമുക്കറിയില്ല. അയാൾ കുറച്ച് സമയം കഴിഞ്ഞു ആ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പൊ നമ്മൾ എന്താ പറയാ? നമ്മൾ പറയാം, ആരാണോ ഓഫീസിലേക്ക് കയറിപ്പോയത് അയാൾ ഇറങ്ങിപ്പോയിന്നാ. അങ്ങോട്ട് കയറി പോകുമ്പോൾ അയാൾക്ക് നാം ഉപയോഗിച്ചത് ആരാണോ എന്നാണ്. അയാൾ തിരിച്ചിറങ്ങി പോകുമ്പോൾ നമ്മൾ വെച്ചത് അയാൾ എന്നാണ്. അല്ല, നമ്മൾ ഇങ്ങനെ പറയില്ലല്ലോ, ആരാണോ ഓഫീസിലേക്ക് കയറിപ്പോയത് ആ ആരാണോ താഴോട്ട് തന്നെ പോയി എന്ന് പറയോ? ഇല്ലല്ലോ. ഇത് നമ്മൾ മലയാളത്തിൽ പറയുന്നത് ആരാണോ ഓഫീസിലേക്ക് പോയത് അയാൾ തിരിച്ചുപോയി. ഇതിന് ഹിന്ദിയിൽ നമ്മൾ പറയുന്നു, ജോ ഊപ്പർ ഗയാ സോ നീച്ചേ ഗയാ. ആപ് ജോ ദിയാ സോ ഗിർ ഗയാ. നിങ്ങൾ എന്ത് തന്നോ അത് വീണുപോയി. ആപ് ജോ ബോല, നിങ്ങൾ എന്ത് പറഞ്ഞോ, സോ മേ ഭൂൽ ഗയാ, അത് ഞാൻ മറന്നുപോയി. അതാണ് ജോ സോ. കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ്. കുച്ച് പാനി ചാഹിയെ, കുറച്ച് വെള്ളം വേണം. കുച്ച് പൈസ ചാഹിയെ, കുച്ച് ഖാന ചാഹിയെ. ക്യാ, എന്ത് എന്നാണ് ഇവയുടെ സർവനാമങ്ങളുടെ അർത്ഥം. ഈ അർത്ഥം വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് വളരെ സെന്റൻസ് ഉണ്ടാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് സർവനാമങ്ങൾ. ഇതൊരു കാരണവശാലും ഇതിന്റെ അർത്ഥം പഠിക്കാതിരുന്നൂടാ. 15 എണ്ണം മാത്രമേ ഉള്ളൂ.
നിങ്ങൾ പൂർണ്ണമായും ഇത്രയും പഠിച്ചതിന് ശേഷം മാത്രമേ ഇനി അങ്ങോട്ട് അടുത്ത സ്റ്റെപ്പ് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു കാര്യം ഉറപ്പായി ഞാൻ പറയുന്നു, ഈ കാര്യങ്ങൾ പഠിക്കാതെയാണ് പല കുട്ടികൾക്കും സെന്റൻസ് സ്വന്തമായി എഴുതാൻ കഴിയാതെ ആയി പോകുന്നത്. ഇനി ഇതിന് മുകളിലോട്ട് കുറച്ച് കാര്യങ്ങളോട് പഠിക്കാനുണ്ട്, പിന്നെ ടെൻസും പഠിക്കാനുണ്ട്. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ ബേസിക് ആയിട്ട് 10ാം ക്ലാസ്സിൽ നേരിട്ട് ഗ്രാമർ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഈ പഠിച്ചതൊന്നും ഗ്രാമറായിട്ട് പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് ചോദിക്കുന്നില്ല. പക്ഷേ കുട്ടികൾ സ്വന്തമായി സെന്റൻസ് എഴുതണം, സ്വന്തമായി ഡയറി എഴുതണം, ലെറ്റർ എഴുതണം. കോൺവെർസേഷൻ ഒക്കെ രൂപപ്പെടുത്തുമ്പോൾ ഉണ്ടാക്കുമ്പോൾ അധ്യാപകർ തരുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ ഒരു പക്ഷേ അങ്ങനെയല്ല വേറെ രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾ അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഭാഷയിൽ അടിസ്ഥാനപരമായ കുറച്ച് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവൂ. അവിടെയാണ് കുട്ടികൾക്ക് വലിയൊരു മനപ്രയാസം അനുഭവപ്പെടുന്നത്. അധ്യാപകൻ കൊടുത്ത നോട്ടും ക്വസ്റ്റ്യനും അതേമാതിരി ചോദിച്ചാൽ ഓക്കെ, അതിൽ നിന്ന് പാഠത്തിൽ നിന്ന് അതിൽ നിന്ന് അപ്പുറം വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കുട്ടി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ പ്രയാസം ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വേണം ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.